ഹലോ ഗൈസ്, വാട്ട്സ്ആപ്പ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വന്നിട്ടൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്താന്നല്ലേ, ഇപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി ട്രിപ്പ് പോകുമ്പോ എങ്ങോട്ടാന്നല്ലേ, കർണാടകയിലുള്ള കൂർഗിൽ പോകുമ്പോ നിങ്ങൾ പോയിരിക്കേണ്ട മസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ, അപ്പൊ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ സ്ഥലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബാരെ എലഫന്റ് ക്യാമ്പ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കാവേരി നദിയാണ് ഞങ്ങളിപ്പോ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ട് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ. അപ്പോൾ ഇതേപോലെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോണേ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ സംഭവം. സമ്മർ ടൈം ആയതുകൊണ്ട് അവിടെ വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ക്രോസ് ചെയ്ത് പോരാൻ പറ്റി. മറ്റേ മൺസൂൺ ടൈം ആണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരുടെ ബോട്ടിംഗ് സർവീസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. അപ്പൊ ഗായ്സ്, നമ്മളിവിടെ എത്തിയിട്ടോ. എത്തിയപ്പോ നമ്മള് ഫസ്റ്റ് കണ്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുമ്പനായിട്ടൊരു അടിപൊളി കൊമ്പനെയാണ്. അപ്പോ ആൾക്ക് കുറച്ച് കുറുമ്പ് കൂടിയിട്ടാണ് തോന്നുന്നുണ്ട്. ആൾക്കാര് അത് നല്ല ദൂരത്ത് ആൾക്കാരൊന്നും വരാത്ത സ്ഥലത്തായിട്ട് അവനെ തളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ അടുത്തത് നമുക്ക് കാണാൻ കഴിഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേജ് ആണ്. കാട്ടിന്ന് പിടിച്ചുകൊണ്ടിരുന്ന ആനകളെ മെരിക്കാൻ ഉപയോഗിക്കുന്ന കേജ് ആണ് കേട്ടോ സംഭവം. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ കേജിന്റെ ഒരഴി എന്ന് പറയുന്നത് ഒരു മരത്തടി ഫുള്ളാണ് കേട്ടോ. ഇവരിതുപോലെ ആനനെ കൊണ്ട് പണി എടുപ്പിക്കുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവർ അതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു കാലത്ത് ഈ ആനകളും ഇതേപോലെ കേജിൽ കിടന്നിട്ടുണ്ടാവാം. ഇതേപോലെ അവരെ ഇതേപോലെ തന്നെ കേജിലിട്ടിട്ടാവാം ട്രെയിൻ ചെയ്തിട്ട് ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ആനകളാക്കി മാറ്റിയിട്ടുള്ളത്. അതേപോലെ ഈ ദുബാരെ എലഫന്റ് ക്യാമ്പിന് ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ മൈസൂരില് ദസറ എന്ന് പറയുന്ന ഒരു ഉത്സവത്തിന് ഉപയോഗിച്ചിരുന്ന ആനകളെ ട്രെയിൻ ചെയ്തിരുന്നത് ഇവിടുന്നാണ്. എന്നിട്ട് ആ ട്രെയിൻ ചെയ്ത ആനകളെയാണ് അവര് ഈ ദസറ ഉത്സവത്തിന് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് പതുക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതേപോലെ ആനകൾ വരിയായി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്കാണ് ഈ ആനകളെല്ലാം പോകുന്നത് കേട്ടോ. ഇതേപോലെ കുറെ ആനകൾ ഇങ്ങനെ വരിയായി പോയിട്ട് അവിടെ ഒരു സർക്കിൾ ഷേപ്പിൽ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഷോ രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആനകളെ ഫീഡ് ചെയ്യാം. അതേപോലെ അനുഗ്രഹം മേടിക്കാം. എനിക്ക് കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ചെന്നൊരു ആനേന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ചു കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആനകളെ കെട്ടിപ്പിടിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റൂ കേട്ടോ. സംഭവം അനുഗ്രഹം മേടിച്ചപ്പോ എന്തോ ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം വന്നിട്ട് തലയിൽ വീണ പോലെയായിരുന്നു. നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവം കേട്ടോ. നല്ല പേടി ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കാനൊക്കെ. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആനയ്ക്ക് ജലദോഷം ഉണ്ടോന്ന് സംശയമുണ്ട്. മൂക്കിന്ന് ഇങ്ങനെ ഒലിക്കുന്നുണ്ട് അവന്റെ. ആനേനെയും കടലിനെയും എത്ര കണ്ടാലും മതി വരില്ല എന്നല്ലേ. അപ്പോ ഞങ്ങളും ഇതേപോലെ കുറെ നേരം ആനകളെ നോക്കി ഇങ്ങനെ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പൊ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ ഇത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇവരുടെ പല കുസൃതികളും കളികളും അതേപോലെ ഈ മണല് വാരി എറിയലും ഒക്കെ ഞങ്ങൾ കുറെ നേരം കണ്ടു രസിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഗായ്സ്, ഇതിന്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണി തൊട്ട് 11:30 വരെയാണ്. പിന്നെ വൈകുന്നേരം എന്ന് പറയുന്നത് 4:30 തൊട്ട് 6 മണി വരെയാണ് കേട്ടോ. ഗൈസ്, ദുബാരെ എലഫന്റ് ക്യാമ്പില് ഓൾമോസ്റ്റ് 27 ആനകളാണുള്ളത് കേട്ടോ. പക്ഷെ ഈ കുറുമ്പന്മാരെയും കുട്ടിക്കുറുമ്പന്മാരെയൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നല്ല അനുസരണമുള്ള ആനകളെയൊക്കെ ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും കേട്ടോ. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നണു. പാവം മണല് വാരി ഇങ്ങനെ എറിഞ്ഞു കളിക്കുന്നുണ്ട്. ഗൈസ്, ഇതേപോലെ നിങ്ങൾക്കും ഫുഡ് കൊടുക്കാം കേട്ടോ ആനകൾക്കൊക്കെ. അപ്പൊ ഗൈസ്, കുട്ടിക്കുറുമ്പന്മാരെയും എല്ലാ ആനകളെയും കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയായിട്ടോ. ഗൈസ്, നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ ഒപ്പം കുഞ്ഞി വാവകളോ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പം നിങ്ങൾ വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. നല്ല വഴുക്കലുള്ള കുറെ കല്ലുകളാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോ നല്ലോണം ശ്രദ്ധിക്കണം. വീഴില്ലാന്ന് ഉറപ്പിച്ചിട്ടേ പോവാവുള്ളൂ കേട്ടോ. ഇതാ കാണുന്ന സ്ഥലല്ലേ, നമ്മളൊക്കെ അങ്ങോട്ടാട്ടോ പോവേണ്ടത്. വലിയ സെറ്റപ്പ് ഒന്നും അല്ല, പക്ഷെ കേറാൻ ഇതേപോലെ മണൽച്ചാക്കുകളാണ് കേട്ടോ ഉള്ളത്. അപ്പൊ അവിടെ കൂടെ നമ്മൾ ചവിട്ടി ചവിട്ടി ഇങ്ങോട്ട് ഇങ്ങനെ വരണം. ഗൈസ്, നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴ തന്നെയാട്ടോ, കാവേരി. വല്ലാത്തൊരു എക്സ്പീരിയൻസാ ഗൈസ്. ഇതേപോലെ സൈഡുകളിൽ കയറിങ്ങനെ കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴി മാറാതിരിക്കാനാണ്. ആ വഴി ആയിരിക്കും സേഫ് എന്ന് കരുതിയിട്ട്
ഗാർഡ്സ് കെട്ടിവെക്കുന്നതാണ് ആ കയറുകൾ കേട്ടോ. ഇതേപോലുള്ള കുറെ കയറുകൾ നിങ്ങൾക്ക് അവിടെ അങ്ങനെ കാണാവുന്ന കേട്ടോ. ഇതേപോലുള്ള കുറെ കയറുകൾ നിങ്ങൾക്ക് അവിടുന്ന് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഴാൻ പോയി. അപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയായി, പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ നടുവിലെത്തിയപ്പോഴേക്കാണ് മോനെ സീനായത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാറ്. എന്താ മഴ ഇങ്ങനെ പെയ്തിട്ട് വാട്ടർ ലെവൽ കൂടുമെന്നുള്ള നല്ല പേടി നിന്നു. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ അപ്പുറത്തേക്ക് എത്തിയിട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് നടന്നു കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ഗാർഡ്സ് ഒക്കെ മോനെ അടിപൊളി ആൾക്കാരട്ടോ. അവരൊന്നും കൈയൊന്നും പിടിക്കാണ്ട് അവർ കൂളായി ഇങ്ങനെ നടന്നു പോകട്ടോ. അപ്പൊ ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ദുബാര എലഫന്റ് ക്യാമ്പ്. അപ്പോ ഞങ്ങൾ പോയത് ഈ വെക്കേഷൻ തന്നെയാണ്. അപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ ട്രിപ്പ് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത പോലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടണും കുത്തിയാണ് പൊട്ടിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ട്രിപ്പിന്റെ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.